നമസ്കാരം. സർക്കാർ ബസ് നിറയുമ്പോൾ സ്വകാര്യ ബസ് ശൂന്യമാകും. പ്രിയദർശിനി പദ്ധതിയുടെ മറുവശം സങ്കീർണമാകും. ഒരു നല്ല പദ്ധതി എന്നത് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നത് മാത്രമല്ല, ഒരു മേഖലയെയും തകർക്കാത്തതുമായിരിക്കണം. സർക്കാർ ക്ഷേമ പദ്ധതികൾ ജനങ്ങളുടെ ജീവിതം എളുപ്പമാക്കണം. എന്നാൽ അതേസമയം മറ്റൊരു തൊഴിൽ മേഖലയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാനും പാടില്ല. ഇന്ന് കേരളത്തിൽ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയെ ചുറ്റിപ്പറ്റി ഉയരുന്ന ചർച്ചയും അതുതന്നെയാണ്. സ്ത്രീകൾക്ക് സുരക്ഷിതത്വവും സൗജന്യവുമായ യാത്ര ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രിയദർശിനി പദ്ധതി സാമൂഹികമായി വലിയ സ്വീകാര്യത നേടിയിട്ടുണ്ട്. കുടുംബങ്ങളുടെ യാത്രാ ചെലവ് കുറയ്ക്കാനും തൊഴിൽ, വിദ്യാഭ്യാസം, ചികിത്സ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ യാത്ര ചെയ്യാനും ഈ പദ്ധതി നിരവധി സ്ത്രീകളെ സഹായിച്ചു. പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഇത് ശ്രദ്ധേയമായ ആശ്വാസമായി മാറിയെന്നതിൽ സംശയമില്ല. എന്നാൽ ഈ പദ്ധതിയുടെ വിജയം വിലയിരുത്തുമ്പോൾ അതിന്റെ സാമൂഹിക നേട്ടങ്ങൾക്കൊപ്പം സാമ്പത്തിക പ്രത്യാഘാതങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. ഇടുക്കിയിലും മറ്റു ജില്ലകളിലും സ്വകാര്യ ബസ് ഉടമകൾ ഉയർത്തുന്ന ആശങ്ക അതാണ്. സ്ത്രീകൾ ഭൂരിഭാഗവും പ്രിയദർശിനി ബസ്സുകളിലേക്ക് പോയി. ഇടുക്കി ജില്ലയിൽ നഷ്ടം നേരിടുന്ന സ്വകാര്യ ബസ്സുകൾ താൽക്കാലികമായി സർവീസ് അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് അവസാനഘട്ട റിപ്പോർട്ടുകൾ. 250ഓളം ബസ്സുകളാണ് G-ഫോം നൽകി ഓട്ടം നിർത്തുന്നത്. നിശ്ചിത കാലയളവിൽ വാഹനം റോഡിൽ ഇറക്കില്ല എന്ന് അധികൃതരെ മുൻകൂട്ടി അറിയിക്കുന്നതാണ് G-ഫോം. KSRTC ഓർഡിനറി ബസ്സുകളിൽ ജൂൺ 15 മുതലാണ് പ്രിയദർശിനി സൗജന്യ യാത്ര തുടങ്ങിയത്. അന്നു മുതൽ 25 വരെ ജില്ലയിലെ 60% സ്വകാര്യ സർവീസുകളും നഷ്ടത്തിലാണ് എന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി പറയുന്നുണ്ട്. 2000ഓളം സ്വകാര്യ ബസ്സുകൾ വിവിധ റൂട്ടുകളിൽ സർവീസ് നടത്തുന്നുണ്ട്. ഇതിൽ 12.5% സർവീസുകൾക്ക് G-ഫോം നൽകാനാണ് നീക്കം. പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അസോസിയേഷൻ അടുത്ത ദിവസം അടിയന്തര യോഗം ചേരും. തുടർന്ന് ബസ്സുകൾ G-ഫോം കൊടുത്ത് നിശ്ചിത കാലയളവിലേക്ക് സർവീസ് നിർത്തുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. നികുതി 50% കുറച്ചിട്ടുണ്ടെങ്കിലും സർവീസിലുണ്ടായ നഷ്ടം ചിന്തിക്കാവുന്നതിലും അപ്പുറമാണെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. ഒരു ദിവസം 3000 മുതൽ 4000 രൂപ വരെ നഷ്ടത്തിലാണ്. അപ്പോൾ ടാക്സ് പകുതിയായി നൽകുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ലഭിക്കുന്നില്ല. എറണാകുളം മൂന്നാർ റൂട്ടിലാണ് ഏറ്റവും വലിയ പ്രശ്നമുള്ളത്. ഇതുവഴി 10 മിനിറ്റ് ഇടവിട്ട് പ്രിയദർശിനി ബസ്സുകൾ ഓടുന്നുണ്ട്. തൊടുപുഴ, വണ്ണപ്പുറം, ചെറുതോണി, രാജക്കാട്, നെടുങ്കണ്ടം, കുമളി, എറണാകുളം, കുമളി, കോട്ടയം, അടിമാലി, മൂന്നാർ, ചെറുതോണി, അടിമാലി റൂട്ടുകളിലും നഷ്ടം വലുതാണ്. പ്രധാന സ്റ്റാൻഡുകളിൽ നിന്ന് സ്വകാര്യ ബസ്സുകൾ സർവീസ് ആരംഭിക്കുമ്പോൾ 10 മുതൽ 15 വരെ യാത്രക്കാരാണ് ഓരോ വാഹനത്തിനുമുള്ളത്. അതിർത്തി ഡിപ്പോകളിൽ നിന്ന് സർവീസ് നടത്തുന്ന പ്രിയദർശിനി ബസ്സുകൾ തമിഴ്നാട്ടിലൂടെ സർവീസ് നടത്തുമ്പോൾ അവിടുത്തെ സ്ത്രീകൾക്കും കേരള ബസ്സുകളിൽ സൗജന്യമാണ്. മൂന്നാർ ഡിപ്പോയിൽ നിന്ന് 4 പ്രിയദർശിനി സർവീസുകൾ തമിഴ്നാട്ടിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. കുമളി ഡിപ്പോയിലും ഇതുതന്നെയാണ് അവസ്ഥ. തമിഴ്നാട് കോർപ്പറേഷന്റെ സൗജന്യ യാത്രാ ബസ്സുകൾ കേരള അതിർത്തി കടന്നാൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഇല്ല എന്നും ഉടമകൾ പറയുന്നു. ഇവിടെയാണ് സർക്കാരിന്റെ അടുത്ത പരീക്ഷണം തുടങ്ങുന്നത്. ജനക്ഷേമ പദ്ധതികൾ വിജയിക്കണമെങ്കിൽ പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒരുപോലെ നിലനിൽക്കുന്ന മാതൃക കണ്ടെത്തണം. സ്വകാര്യ ബസ് മേഖല കേരളത്തിലെ പൊതുഗതാഗതത്തിന്റെ പ്രധാന പങ്കാളിയാണ്. ആയിരക്കണക്കിന് ബസ്സുകളും 10,000കണക്കിന് തൊഴിലാളികളും ഈ മേഖലയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഈ മേഖലയ്ക്ക് ഗുരുതര സാമ്പത്തിക ആഘാതം ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം ഒടുവിൽ യാത്രക്കാരിലേക്കും എത്തും. അതേസമയം പ്രിയദർശിനി പദ്ധതിയുടെ നേട്ടങ്ങളെ ചെറുതാക്കി കാണാനുമാവില്ല. അതിനാൽ പദ്ധതി പിൻവലിക്കണം എന്നതല്ല പരിഹാരം, മറിച്ച് അതിന്റെ സാമ്പത്തിക ഭാരം എങ്ങനെ സന്തുലിതമാക്കണം എന്നതാണ് ചർച്ച ചെയ്യേണ്ടത്. സ്വകാര്യ ബസ്സുകൾക്കും സർക്കാർ സബ്സിഡി, നഷ്ടപരിഹാരം അല്ലെങ്കിൽ സർക്കാർ സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ പദ്ധതിയുടെ ആനുകൂല്യം വ്യാപിപ്പിക്കൽ തുടങ്ങിയ നിർദ്ദേശങ്ങൾ പരിഗണിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്താൽ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം നിലനിർത്തിക്കൊണ്ട് സ്വകാര്യ മേഖലയെയും സംരക്ഷിക്കാൻ കഴിയും. ഒരു ക്ഷേമ പദ്ധതിയുടെ യഥാർത്ഥ വിജയം അതിന്റെ ഗുണഭോക്താക്കളുടെ എണ്ണത്തിൽ മാത്രമല്ല, അത് സമൂഹത്തിന്റെ എല്ലാ ഘടകങ്ങളെയും എത്രത്തോളം സന്തുലിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിലുമാണ്. പ്രിയദർശിനി പദ്ധതി കേരളത്തിന്റെ അഭിമാനമായി തുടരണമെങ്കിൽ അതിന്റെ വിജയത്തിനൊപ്പം സ്വകാര്യ ഗതാഗത മേഖലയുടെയും നിലനിൽപ്പ് ഉറപ്പാക്കുന്ന നയപരമായ ഇടപെടലുകളും അനിവാര്യമാണ്.